സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കുകയാണ്. IT റിട്ടേൺ നൽകുന്ന അവസരത്തിൽ സെക്ഷൻ 80C വഴിയുള്ള കിഴിവുകൾ പരമാവധി ക്ലെയിം ചെയ്യേണ്ടതുണ്ട്. ഈ ഇളവ് നേടുന്നതിനുള്ള മികച്ചൊരു പോംവഴിയാണ് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീമുകൾ. പക്ഷെ പലരും ELS സംബന്ധിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഓഹരി വിപണിയിലെ റിസ്ക് ഉള്ളതിനാൽ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീമുകൾ അപകടകരമാണെന്ന് തോന്നിയാലും കുറ്റം പറയാനാകില്ല. ELSൽ നിക്ഷേപിക്കുന്നതിന് പിന്നിലെ ഈ ആശങ്കകൾ ശരിയാണോ എന്ന് പരിശോധിക്കാം. വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ്. ഓഹരി വിപണികളെക്കുറിച്ചും നിക്ഷേപങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ELSന്റെ പ്രധാന ഒരു അട്രാക്ഷൻ അതിൻ്റെ നികുതി ഇളവുകളാണ്. സെക്ഷൻ 80C വഴി 1.5 ലക്ഷം രൂപയുടെ നികുതി ഇളവ് ELS വഴി നേടാം. നിക്ഷേപിച്ച മുഴുവൻ തുകയ്ക്കും നികുതി കിഴിവ് ബാധകമാണ്. മറ്റ് ടാക്സ് സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ELSനെ കൂടുതൽ ആകർഷകമാകുന്നു. കിഴിവ് ക്ലെയിം ചെയ്യുന്നതിന് സാമ്പത്തിക വർഷത്തിനുള്ളിൽ ELSൽ നിക്ഷേപം നടത്തണം. അതിനാൽ നികുതി ആനുകൂല്യങ്ങൾക്കായി ELSൽ നിക്ഷേപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാർച്ച് അവസാനത്തിന് മുമ്പ് തന്നെ അത് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കും. മറ്റൊരു പ്രധാന ആകർഷണം ELS വാഗ്ദാനം ചെയ്യുന്ന ഉയർന്ന റിട്ടേൺ ആണ്. PPF അല്ലെങ്കിൽ NPS പോലുള്ള സ്ഥിര വരുമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദീർഘകാലാടിസ്ഥാനത്തിൽ മികച്ച റിട്ടേൺ നൽകുന്ന ട്രാക്ക് റെക്കോർഡുള്ള ഇക്വിറ്റികളിൽ ELS നിക്ഷേപം നടത്തുന്നു. ഇക്വിറ്റികളിൽ നിങ്ങളുടെ നിക്ഷേപം എത്ര നാൾ തുടരുന്നുവോ റിട്ടേൺ അത്രത്തോളം കൂടുതൽ മെച്ചപ്പെടും. വാർഷിക റിട്ടേണിലെ ചെറിയ വ്യതിയാനങ്ങൾ പോലും കാലക്രമേണ സമ്പത്തുണ്ടാക്കുന്നതിൽ കാര്യമായ വ്യത്യാസങ്ങൾക്ക് കാരണമാകും. ഉദാഹരണത്തിന് 7% സ്ഥിരവരുമാനമുള്ള 1 ലക്ഷം രൂപയുടെ നിക്ഷേപം 20 വർഷം കഴിഞ്ഞാൽ ഏകദേശം 3.99 ലക്ഷം രൂപയാകും. അതേ നിക്ഷേപം 10% വാർഷിക നിരക്കിൽ റിട്ടേൺ ലഭിച്ചാൽ ഏകദേശം 6.71 ലക്ഷത്തിലെത്തും. ELS നിക്ഷേപങ്ങൾക്ക് 3 വർഷത്തെ ലോക്കിൻ കാലയളവുണ്ട്. അതായത് നിക്ഷേപം തുടങ്ങിയാൽ 3 വർഷം കഴിഞ്ഞ് മാത്രമേ പിൻവലിക്കാനാകൂ. SIP വഴിയാണ് ELS നിക്ഷേപമെങ്കിൽ ഓരോ വർഷത്തെയും നിക്ഷേപം 3 വർഷത്തെ ലോക്കിൻ പീരീഡ് പൂർത്തിയാക്കേണ്ടതുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റുകളിൽ പലപ്പോഴും ചാഞ്ചാട്ടമുണ്ടാകും. ഇത് കണ്ട പരിഭ്രാന്തരായി അവരുടെ നിക്ഷേപങ്ങൾ വിൽക്കുന്നതിൽ നിന്നും നിക്ഷേപകരെ ലോക്കിൻ പീരീഡ് സംവിധാനം തടയുന്നു. ലോങ് ടേമിലേക്ക് നിക്ഷേപം നിലനിർത്തുന്നതിന് ഇത് സഹായിക്കുന്നു. ഇത് മെച്ചപ്പെട്ട വരുമാനത്തിന് കാരണമാകും. കോമ്പൗണ്ടിങ്ങിൻ്റെ ഗുണം ഇതുവഴി നിക്ഷേപകർക്ക് ലഭിക്കും. വിജയകരമായ നിക്ഷേപത്തിന് വൈവിധ്യവൽക്കരണം അത്യാവശ്യമാണ്. ബാങ്ക് നിക്ഷേപങ്ങളും ബോണ്ടുകളും പോലുള്ള പരമ്പരാഗത സ്ഥിര വരുമാന നിക്ഷേപങ്ങൾ സ്ഥിരതയുള്ള റിട്ടേണാണ് നൽകുന്നത്. എന്നാൽ അവയുടെ റിട്ടേൺ പൊതുവെ ഇക്വിറ്റികളേക്കാൾ താഴെയാണ്. വ്യത്യസ്തമായ അസറ്റ് ക്ലാസുകൾ വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളോട് വ്യത്യസ്തമായി പ്രതികരിക്കുന്നു. ബോണ്ടുകളുടെ മൂല്യം കുറവുള്ള സമയങ്ങളിൽ ഇക്വിറ്റികൾ മികച്ചതാകാം. തിരിച്ചും രണ്ടിലും നിക്ഷേപം ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക അനിശ്ചിതത്വത്തിലോ വിപണിയിൽ ചാഞ്ചാട്ടമുള്ളപ്പോഴോ ആയ കാലഘട്ടങ്ങളിൽ വിലപ്പെട്ടതാണ്. ഇക്വിറ്റികൾ സ്ഥിര വരുമാന നിക്ഷേപങ്ങളെക്കാൾ വലിയ ചാഞ്ചാട്ടം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഉയർന്ന ദീർഘകാല വളർച്ച ഇവ വാഗ്ദാനം ചെയ്യുന്നു. ELS ഫണ്ടുകൾ പോർട്ട്ഫോളിയോയുടെ 80% ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലാണ് നിക്ഷേപിക്കുന്നത്. നികുതി ഇളവ് നേടാനും വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ദീർഘകാല നിക്ഷേപകർക്ക് ELS ഒരു മികച്ച ഓപ്ഷനാണ്. ELSൽ നിക്ഷേപിക്കുന്നത് നികുതി കുറയ്ക്കാൻ സഹായിക്കുക മാത്രമല്ല, ദീർഘകാലത്തേക്കുള്ള വെൽത്ത് ക്രിയേഷൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. Thank you.